ശ്രീമതി സോണിയ, ഇവിടെ ഈ 15 അംഗ സംഘമാണ്, അധികാര സംഘമാണ് കേരളത്തിലെ സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു. പുരുഷ നടന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച്, അവർക്ക് നേരിടേണ്ടി വന്ന തൊഴിൽ നഷ്ടത്തെക്കുറിച്ച്, സീരിയലിൽ നിന്ന് പോലും ഒഴിവാക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ സവിസ്തരം ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. തിലകനടക്കമുള്ള ആളുകൾ സഹിച്ചിട്ടുള്ള കാര്യവുമാണ്. ഈ 15 അംഗ സംഘത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 15 പുരുഷന്മാരാണ്, ഈ 15 പുരുഷന്മാരാണ് കേരളത്തിലെ സിനിമ നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? അത് അച്ഛൻ പറഞ്ഞിട്ട് ഒരു ഏകദേശ രൂപം എനിക്കുണ്ട്. ഈ 15 പേരുടെ പേരില്ലെങ്കിലും ഏറെക്കുറെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ ആണ് നിയന്ത്രിക്കുന്നതെന്നുള്ളതിന് വ്യക്തമായ ഒരു അറിവ് എനിക്കുണ്ട്. അല്ല, ആരാണ് അഭിനയിക്കേണ്ടത്, ആരാണ് അഭിനയിക്കാൻ വരേണ്ടത്, ആരെ ഒഴിവാക്കണം, ഇതൊക്കെ ഒരു കോക്കസാണോ തീരുമാനിക്കുന്നത്? തീർച്ചയായിട്ടും. അല്ല, ഈ തിലകൻ സാറിനെ സീരിയലിൽ നിന്ന് മാറ്റി നിർത്തി ആരാണെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അത് ആ റിപ്പോർട്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആത്മയുടെ പ്രസിഡന്റ് അതെ, തീർച്ചയായിട്ടും ആ വരി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പോ ഈ പറഞ്ഞ അധികാര സംഘം ഇപ്പൊ താങ്കളോട് മോശമായി പെരുമാറി എന്ന് താങ്കൾ നേരത്തെ വെളിപ്പെടുത്തിയല്ലോ, അത് ഈ അധികാര കേന്ദ്രത്തിൽപ്പെട്ട സിനിമയെ നിയന്ത്രിക്കുന്ന അത്രയും ശക്തിയുള്ള ആളാണോ? അതെ, തീർച്ചയായിട്ടും. അവർക്ക് അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു മടിയില്ല. അതായത് അച്ഛൻ അഭിനേതാവായിരുന്നു, അച്ഛനോട് കുറെ പാതകങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെയും അദ്ദേഹം തിരിച്ചു വന്നു ഇന്ത്യൻ റുപ്പി വഴിയൊക്കെ. പക്ഷെ അതിനുശേഷവും അദ്ദേഹത്തിന്റെ മരണശേഷം പോലും അങ്ങനെ ഒരു സമീപനം എന്തുകൊണ്ടായിരിക്കും? അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ ഒരു രീതിയായിരിക്കാം. പലരോടും ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകാം. എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ ഷെയർ ചെയ്തു. അച്ഛനോട് ചെയ്തതിൽ കുറ്റബോധം തോന്നി എന്നോട് മാപ്പ് പറയാനുള്ള രീതിയിലാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, അതിനുശേഷം മാപ്പ് പറയാനാണെന്ന് പറയുന്നില്ല, എനിക്കൊന്ന് നേരിട്ട് കാണണം, അങ്ങനെ പറയുമായിരുന്നു. ഇതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനത് ഫോണിലൂടെ നമുക്ക് സംസാരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. മാപ്പ് പറയുന്നത് എന്തിനാണ്, അച്ഛൻ പോയില്ലേ, ഇനി പറഞ്ഞാൽ അത് കേൾക്കാൻ അച്ഛനില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് പിന്നീട് അങ്ങനെയല്ല, എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ആ രീതിയിൽ പോയി. വീണ്ടും വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാനത് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് അവിടെ വെച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അതേസമയം ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ. അവർക്ക് അവരുടെ തൊഴിലിടമാണ്, അവരുടെ തൊഴിലാണ് നിഷേധിക്കപ്പെടുന്നത് ഇതിന് വഴങ്ങാതിരിക്കുമ്പോൾ. അല്ല, അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ പരാതിയൊന്നുമില്ല എന്നുള്ളതാണ്. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിലും ആരുടെയും പേര് എടുത്തു പറഞ്ഞിട്ടില്ല, വിക്ടിംസിന്റെ പേരുമില്ല, അതൊക്കെ രഹസ്യാത്മകതയുടെ പേരിൽ, സ്വകാര്യതയുടെ പേരിൽ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇൻഡസ്ട്രി നേരിടുന്ന വളരെ ഗുരുതരമായ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം സെക്ഷൽ ഹരാസ്മെന്റ് ആണെന്ന് ഈ കമ്മിറ്റി തന്നെ കണ്ടെത്തുന്നുണ്ട്. അത് വളരെ വലുതാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ എന്ന് ഈ കമ്മിറ്റി അവരുടെ ബോധ്യം പറയുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഞങ്ങൾ ആലോചിക്കാം, അല്ലെങ്കിൽ ഒരു കോൺക്ലേവ് നടത്താം, അതാണോ അതിന് പരിഹാരം? എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടുമല്ല. ഈ റിപ്പോർട്ട് ഇപ്പോഴും മാറ്റിവെക്കപ്പെടുന്നതിലൂടെ ഇവർ വീണ്ടും ശക്തരാണെന്ന് തെളിയിക്കുകയാണ്. ഇവർക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു കോൺക്ലേവ് നടത്തി ഇത് സെറ്റിൽ ചെയ്യാമെന്നുള്ളൊരു ചിന്തയേ വേണ്ട. ഇതൊക്കെ വീണ്ടും ഇവിടെ അരങ്ങു വാഴും, ഈ കണ്ട അരാജകത്വങ്ങളെല്ലാം തന്നെ. പിന്നെ ഈ ഒരു പീഡന അവസ്ഥയിലൂടെയും മാനസിക സംഘർഷങ്ങളിലൂടെയും കടന്നു വന്ന് മരിച്ചുപോയ ഒരു നടൻ്റെ മകളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത്, ഇനിയെങ്കിലും ഇതുപോലെയുള്ള, അതായത് ഇത്രയും ഒരു വ്യക്തമായ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും അതിലെ ഇരകളുടെ നീതി നോക്കാതെ, വേട്ടക്കാരെ സംരക്ഷിക്കാതെ അവർക്കെതിരെ ശക്തമായ നടപടി എടുത്ത ഒരു എക്സാമ്പിൾ കാണിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇനിയും മറ്റൊരാൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകരുത്. ഇത് ഇവർക്ക് ആരോടും പറയാനില്ല. ഇത് അതുപോലത്തെ ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലാതെ മറ്റുള്ള തൊഴിലിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നൊരു 10-15 പേര് വിചാരിച്ചാൽ തീർക്കാവുന്ന ഒരു ഫ്യൂച്ചറാണ് അതിലുള്ള ഓരോരുത്തരുടെയും. അവർക്കൊന്നും വോയിസ് ഇല്ല. ഇപ്പം ഇതൊരു എല്ലാം വ്യക്തമാക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോഴെങ്കിലും ഇപ്പം ഈ വാർത്ത കാണുന്ന ഓരോ ജനങ്ങളുടെയും മനസാക്ഷിയിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇതിനെതിരെ ശക്തമായ ഇതിൽ എഴുതി വച്ചിരിക്കുന്ന ആ പ്രതികൾക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണം. എന്നിട്ട് ഒരു നല്ലൊരു നിയമം നടപ്പിലാക്കി ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരാത്ത രീതിയിലുള്ളൊരു സെറ്റിൽമെന്റ് ആണ് ചെയ്യേണ്ടത്. അതിപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായി കിട്ടേണ്ട കാര്യമാണ്. ഇവിടെ ഈ റിപ്പോർട്ടിൽ തന്നെ പുരുഷന്മാരായ കലാകാരന്മാർ പലരും, തിലകന്റെ കാര്യം മാത്രമല്ല, പലരും നിലപാടെടുക്കാത്തത് അല്ലെങ്കിൽ തുറന്നു പറയാത്തത്
എതിര് നിന്ന് കഴിഞ്ഞാൽ തീരും, കരിയർ തീരും എന്ന അവസ്ഥ നേരിടേണ്ടി വരുന്നത് കൊണ്ടാണ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ കരിയർ വേണമെങ്കിൽ, ജോലി ചെയ്ത് ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന സിസ്റ്റത്തിന്റെ ഭാഗമാവണം, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകണം, അല്ലെങ്കിൽ രക്ഷയില്ല എന്നൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് തന്നെ തിലകനെ മാറ്റാൻ ഉള്ള സമ്മർദ്ദം ഉണ്ടായി. പക്ഷേ അന്ന് രഞ്ജിത്ത് അങ്ങനെ അതല്ലാത്തൊരു സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് ആ കരിയറിനൊരു തുടർച്ച പോലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതുപോലെയുള്ള അനുഭവം നാളെ ഇപ്പോൾ തിലകൻ തിയേറ്ററിലൂടെ വന്ന അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അത്രയൊന്നും സീനിയോറിറ്റി ഇല്ലാത്ത ഒരു 25-30 വയസ്സുള്ള ആക്ടറാണെങ്കിൽ അയാൾ അതോടുകൂടി അവസാനിക്കും, ഇല്ലേ? ഇതിൽ ഇവർ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു അപ്രഖ്യാപിത വിലക്ക്, അതാണ് ഇവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അത് നമുക്കൊരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല അയാളാണ് എന്നെ വിലക്കിയത് എന്ന് പറയാൻ പറ്റത്തില്ല. അച്ഛൻ ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നത് പ്രധാനപ്പെട്ട നടന്മാരെല്ലാം ഉൾപ്പെടുന്ന ഒരു ഗൾഫ് ഷോയ്ക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും, അതായത് വളരെ ചുരുങ്ങിയ വേതനത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഇവിടെ വേറൊരു ചിത്രങ്ങളും എടുക്കാൻ പാടില്ല, ചിത്രീകരണം നടത്താൻ പാടില്ല എന്നൊരു റൂളിംഗ് വയ്ക്കുന്നു. അങ്ങനെ വയ്ക്കുമ്പോൾ ആരും ചോദിക്കാനില്ല. കാരണം ഇവരൊക്കെ അന്നുള്ള ഈ ക്യാഷ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ കുടുംബങ്ങൾ കഴിയുന്നത്. വലിയ വലിയ നടന്മാർക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവില്ല. അപ്പോൾ അവർ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഇവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റുള്ള ടെക്നീഷ്യന്മാരും മറ്റൊരു വർക്ക് ചെയ്യരുത് എന്നൊരു ആ ഒരു അനീതിക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ് അച്ഛൻ ആദ്യത്തെ അപ്രഖ്യാപിത വിലക്ക് നേരിട്ടത്. ആ സമയത്ത് ആണ് ആ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പറയേണ്ടി വന്നത്. അതിനുശേഷം അച്ഛനെ പല സിനിമകളിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ഒരു പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് ശ്രീ സുരേഷ് ഗോപിയാണ് അച്ഛനെ സജസ്റ്റ് ചെയ്തത്. കാരണം ഒരുപാട് പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പം അങ്ങനെ 1-2 പടങ്ങൾ വന്നപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എന്നെ നിങ്ങളിങ്ങനെ എല്ലാത്തിലും നിങ്ങളങ്ങനെ സജഷൻ പറയണ്ട, അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ അതാണ് ആദ്യത്തെ അപ്രഖ്യാപിത വിലക്കിൻ്റെ ഒരു കഥ. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നതാണ്.